ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം ചൂടുപിടിക്കുമ്പോൾ ചില വ്യക്തിപരമായ ഓർമ്മകൾ കൂടി പങ്കുവയ്ക്കാനാണ് ഈ സാഹചര്യത്തിൽ ആഗ്രഹിക്കുന്നത്. ബീഹാറിൽ അധോലോക നായകന്മാരും ഗുണ്ടാ തലവന്മാരുമൊക്കെ പണ്ട് തെരഞ്ഞെടുപ്പിൽ നിർണായക സ്ഥാനം വഹിച്ചിരുന്നു. ഇപ്പോൾ അത് കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ സ്വാധീനം ഉണ്ട് എന്ന് വാദിക്കുന്നവർ ഉണ്ട്. ഇപ്പോൾ ബീഹാറിൽ വീണ്ടും ആ വിഷയം ഒന്നുകൂടി ചർച്ചയാവുകയാണ്. കാരണം ഈ രാഷ്ട്രീയ ഗുണ്ടാ ബന്ധം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്ന വലിയ ആരോപണം BJP ഉന്നയിക്കുന്നു. അതിന് കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിവാൻ ജില്ലയിലെ രഘുനാഥ്പൂർ നിയമസഭാ സീറ്റിൽ നിന്ന് ഒസാമ ഷഹാബുദ്ദീനെ മത്സരിപ്പിക്കാൻ RJD തീരുമാനിച്ചിരിക്കുന്നു. അതോടുകൂടിയാണ് ഈ വിവാദത്തിന് തിരികൊളുത്തിയത്. ഒസാമയെ എല്ലാവർക്കും അറിയാം. മരിച്ചുപോയ ഗുണ്ടാ തലവൻ മുഹമ്മദ് ഷഹാബുദ്ദീൻ്റെ മകനാണ് ഒസാമ. അപ്പോൾ ലാലുവിൻ്റെ RJD ഷഹാബുദ്ദീൻ്റെ മകന് സീറ്റ് നൽകുന്നു, രംഗത്തിറക്കുന്നു. ഷഹാബുദ്ദീൻ ബാഹുബലി എന്നാണ് അവിടെ അറിയപ്പെട്ടിരുന്നത്. വലിയ കരുത്തൻ എന്ന നിലയിൽ ആണ് ആളുകൾ അയാളെ കണ്ടിരുന്നത്. സിവാൻ മേഖലയിൽ ബാഹുബലിയെ ഇപ്പോഴും വലിയ തോതിൽ ആരാധിക്കുന്നവരുണ്ട്, ബഹുമാനിക്കുന്നവരുണ്ട് എന്ന് അതുകൊണ്ടാകണം ഇപ്പോൾ അയാളുടെ മകളിന് ഒരു സീറ്റ് നൽകാൻ RJD തയ്യാറായിരിക്കുന്നു. അപ്പോൾ ഇവിടെ വ്യക്തിപരമായൊരു കാര്യം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. അത് ഞാൻ വിദ്യാർത്ഥിയായി JNUവിലെത്തുന്ന ഒരു സാഹചര്യത്തിൽ ആ സർവകലാശാലയിൽ ഒരു കലുഷിതമായൊരു രാഷ്ട്രീയ അന്തരീക്ഷം ആണ് ഉണ്ടായിരുന്നത്. അതിന് കാരണം 2 തവണ JNUSUവിൻ്റെ പ്രസിഡൻ്റായ ചന്ദ്രശേഖർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ്. ചന്ദ്രശേഖർ JNUSU അഥവാ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ്റെ നേതാവായിരുന്നു. ആ നിലയിൽ 2 തവണ പ്രസിഡൻ്റായിരുന്നു. വിദ്യാർത്ഥികൾക്ക് വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു. ചന്തു എന്നാണ് പൊതുവെ ചന്ദ്രശേഖറിനെ വിളിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഇംഗ്ലീഷ് വിഭാഗത്തിലാണ്, ലിറ്ററേച്ചർ വിഭാഗത്തിലാണ് അദ്ദേഹം എത്തിയത്. പിന്നീട് ബീഹാറിലെ ഒരു നാടൻ കലാരൂപത്തെ പറ്റിയുള്ളൊരു ഗവേഷണം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സിവാനിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. 1997 മാർച്ച് 31 അവിടെ ഒരു പണിമുടക്കിനെ സംബന്ധിച്ച് ഒരു തെരുവ് യോഗത്തിൽ സംസാരിക്കുമ്പോൾ വെടിയേറ്റ് മരിക്കുകയാണ്. അപ്പോൾ മുഹമ്മദ് ഷഹാബുദ്ദീൻ്റെ ഗുണ്ടകളാണ് ഈ കൊലപ്പെടുത്തൽ നടത്തിയത് എന്ന്, അല്ലെങ്കിൽ ഈ കൊലപാതകം നടത്തിയത് എന്ന് അന്ന് ശക്തമായ ആരോപണം ഉയർന്നു. അത് വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് തിരികൊളുത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെതിരെ ഒരു പോരാട്ടം നടത്തുകയും ബീഹാർ ഭവനിലേക്ക് മാർച്ച് നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് പോലീസിൻ്റെ കയ്യിൽ നിന്ന് ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നു. അവിടെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്ന് തോക്ക് വാങ്ങി RJD നേതാക്കൾ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെക്കുന്ന സാഹചര്യം വരെയൊക്കെ ഉണ്ടായി അന്ന് ഈ ബീഹാർ ഭവനിലേക്ക് നടത്തിയ മാർച്ച്. മലയാളികളും പെൺകുട്ടികളും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്കാണ് അന്ന് ആ സമര കോലാഹലങ്ങളിലൊക്കെ പരിക്കേറ്റത്. എന്നിട്ടും അത് വലിയ ഒരു പ്രക്ഷോഭമായി തന്നെ JNUവിലെ വിദ്യാർത്ഥികൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഏതായാലും ആ ഷഹാബുദ്ദീൻ എന്ന ആ അധോലോക നായകൻ, ഗുണ്ടാ തലവൻ മരിച്ചിരിക്കുന്നു. 5 വർഷത്തിന് ശേഷം അയാളുടെ മകന് ലാലു പ്രസാദ് യാദവ് RJDയുടെ ടിക്കറ്റ് നൽകുന്നു. ഒസാമയെ രംഗത്തിറക്കുന്നു. അത് ഈ ശക്തി കേന്ദ്രമായ സിവാനിലാണ്. അപ്പോൾ ഇപ്പോഴും ആ ഷഹാബുദ്ദീന് അവിടെ ശക്തിയുണ്ട്, സ്വാധീനമുണ്ട് എന്ന് തെളിയിക്കുകയാണ് ഈ ടിക്കറ്റ് നൽകുന്നതിലൂടെ ലാലു ചെയ്യുന്നത്. 2008 ഈ കൊലപാതക കേസുകളിൽ ഒക്കെ ഷഹാബുദ്ദീൻ ശിക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയൊക്കെ വന്നതോടുകൂടി 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. തുടർന്ന് കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, അങ്ങനെ നിരവധി കേസുകളിൽ പ്രതിയാണ്. പലതിലും ശിക്ഷിക്കപ്പെടുകയും അങ്ങനെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യമൊക്കെ പിന്നീട് ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെ ജയിലിൽ കിടക്കുമ്പോഴാണ് RJD സ്ഥാനാർത്ഥിയായി അയാളുടെ ഭാര്യ ഹീന അന്ന് രംഗത്ത് വരികയും ഒക്കെ ചെയ്യുന്നത്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിവാനിൽ നിന്ന് സ്വതന്ത്രനായി ഓം പ്രകാശ് യാദവ് ഹീനയെ പരാജയപ്പെടുത്തി. ഹീനയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അതിനുശേഷം മനസ്സിലാകുന്നത്. അപ്പോൾ 2014 ഓം പ്രകാശ് BJP സ്ഥാനാർത്ഥിയായി വീണ്ടും സീറ്റ് നേടി ഹീനയെ വീണ്ടും പരാജയപ്പെടുത്തുകയൊക്കെ ചെയ്തു. 2019 ഹീന RJD സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരിച്ചു, പക്ഷേ പരാജയപ്പെട്ടു. 2021 ജയിലിലിരിക്കുമ്പോഴാണ് COVID-19 ബാധിച്ച് ഷഹാബുദ്ദീൻ മരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഷഹാബുദ്ദീന് ലാലുവുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഈ കേസുകളുള്ളതുകൊണ്ടും ശിക്ഷിക്കപ്പെട്ടതുകൊണ്ടും
RJDയിലെ ആരും ഷഹാബുദ്ദീൻ്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തില്ല. അത് വലിയൊരു വിദ്വേഷത്തിന്, RJDയോട് ഒരു വലിയ വിദ്വേഷത്തിന്, അവിടുത്തെ ഷഹാബുദ്ദീൻ്റെ ആളുകൾക്ക് ഒരു വിദ്വേഷമുണ്ടാകുന്നതിന് അത് കാരണമായി. അപ്പോൾ 2024 തേജസ്വി യാദവ് ഒരു ജംഗിൾ രാജ് പ്രതിച്ഛായ ലാലു അന്ന് സൃഷ്ടിച്ചിരുന്നുവെന്നും അത് മാറ്റാനുള്ളൊരു ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായി ഈ ഹീനയ്ക്ക് ടിക്കറ്റ് നിഷേധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RJD ടിക്കറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് അതായത് ഷഹാബുദ്ദീൻ്റെ ഭാര്യ ഹീന സിവാനിൽ നിന്ന് സ്വതന്ത്രയായി മത്സരിച്ചു. എന്നിട്ട് നോക്കണം, 2,93,000 വോട്ടുകളാണ് അവർ സ്വതന്ത്രയായി നേടിയത്. പക്ഷേ അവർ പരാജയപ്പെട്ടു. JDUവിലെ വിജയലക്ഷ്മിയാണ് അവരെ പരാജയപ്പെടുത്തിയത്. വിജയലക്ഷ്മി ദേവിക്ക് 3,86,000 വോട്ടുകൾ അന്ന് ലഭിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഓഗസ്റ്റിൽ ലാലു യാദവ് ഷഹാബുദ്ദീൻ്റെ ഭാര്യയെ കാണുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഈ തർക്കങ്ങളൊക്കെ പറഞ്ഞു തീർത്തു. മാത്രവുമല്ല, ഷഹാബുദ്ദീൻ്റെ മകനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ലാലു ആവശ്യപ്പെട്ടു. അങ്ങനെ ഏതായാലും 2024 തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇവർ കൂടിക്കാഴ്ച നടത്തിയത് എന്നൊക്കെ ഉള്ള വിവരങ്ങൾ പുറത്തു വരികയും അവർ ഒന്നിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ വീണ്ടും ഹീനയും മകനും ഒക്കെ ഈ ക്യാമ്പിൽ എത്തുകയും ചെയ്യുകയാണ്, ഈ രാഷ്ട്രീയ ക്യാമ്പിൽ എത്തുകയാണ്. അപ്പോൾ പരേതനായ ഷഹാബുദ്ദീൻ സിവാനിൽ നിന്ന് 4 തവണ MP ആയിരുന്നു. അപ്പോൾ ആ സ്വാധീനമാണ് മകനിലൂടെ കിട്ടും എന്ന് കരുതുന്നത്. അപ്പോൾ ഇവിടെ ഉയർന്നു വരുന്നൊരു പ്രധാന ചോദ്യം, RJD ഈ ഷഹാബുദ്ദീൻ്റെ മകനെ രംഗത്തിറക്കും. പക്ഷേ ഇടതു പാർട്ടികളുടെ വലിയ ശത്രുവായിരുന്നു ഈ ഷഹാബുദ്ദീൻ. ഈ JNUSUവിൻ്റെ നേതാവ് CPI ML വിഭാഗത്തിൽപ്പെട്ട ചന്ദ്രശേഖരനെ വെടിവെച്ച് കൊന്ന അദ്ദേഹത്തിൻ്റെ ഗുണ്ടകളാണ് എന്ന് അന്ന് വലിയ ആരോപണം ഉന്നയിച്ചിരുന്നതാണ് ഷഹാബുദ്ദീനെതിരെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഷഹാബുദ്ദീൻ്റെ മകൻ മത്സരിക്കുന്ന സ്ഥലത്ത് ഇന്ന് ഇടത് പാർട്ടികളും RJDയും കോൺഗ്രസും എല്ലാം ഒന്നു ചേർന്ന് ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു വിരോധാഭാസമാണ് ആലോചിക്കേണ്ടത്. 2025 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഹീനയും മകനും ഒക്കെ ഈ ലാലുവുമായി അടുത്തത്. അപ്പോൾ അവിടെ ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ, ദളിതുകൾ, മുന്നോക്ക ജാതികൾ പെട്ട ആളുകൾ, ഇവർക്കൊക്കെ വലിയൊരു പ്രാതിനിധ്യമുള്ളൊരു മണ്ഡലമാണ് രഘുനാഥ്പൂർ. അവിടെ ഒരു യാദവ മുസ്ലിം കോമ്പിനേഷൻ വന്നാൽ അവിടെ RJDക്ക് ജയിക്കാൻ കഴിയും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ സ്ഥാനാർത്ഥിത്വം ഇങ്ങനെ നൽകിയിരിക്കുന്നത്. സിവാൻ ജില്ലയിലാണ് ഈ രഘുനാഥ്പൂർ ഉള്ളത്. 30 വയസ്സുള്ള ഒസാമയുടെ ഒരു രാഷ്ട്രീയ അരങ്ങേറ്റമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിന് സുരക്ഷിതമായ ഒരു സീറ്റാണ് അവർ ആവശ്യപ്പെട്ടത്. അതാണ് ലാലു നൽകുകയും ചെയ്തിട്ടുള്ളത്. രഘുനാഥ്പൂരിൽ ആദ്യഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതായത് ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ നവംബർ 6-നാണ് അവിടെ വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ ലണ്ടനിൽ നിന്ന് നിയമം പഠിച്ചു വന്ന ആളാണ് ഒസാമ. ഷഹാബുദ്ദീൻ്റെ മരണശേഷം അയാൾ ഇന്ത്യയിലേക്ക് മടങ്ങി. പിന്നെ തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം ഷഹാബുദ്ദീൻ്റെ ഭാര്യ ഭരണമൊക്കെ മകന് കൈമാറി എന്നാണ് മനസ്സിലാകുന്നത്. ചില ഭൂമി തർക്ക കേസുകളിൽ ഈ 30-കാരനായ ഒസാമ പ്രതിയായിരുന്നു. 3 മാസം കഴിഞ്ഞ വർഷം ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായും ഒരു കുറ്റവിമുക്തനായ ഒരാളാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പിതാവ് 4 തവണ അവിടെ നിന്ന് MP ആയിട്ടുള്ള ആളാണ് മുഹമ്മദ് ഷഹാബുദ്ദീൻ. ഇന്ത്യയിലെ ബീഹാർ എന്ന് പറയുന്ന ഒരു സുപ്രധാന സംസ്ഥാനത്ത് ഇതുപോലെ ഒരു ഗുണ്ടാത്തലവന് വലിയ ഒരു സ്വാധീനം ഉണ്ട് എന്നത് അന്ന് തന്നെ വലിയ ഒരു ചർച്ചാ വിഷയമായിരുന്നു. അത് വലിയ വിവാദങ്ങൾക്കും ഒക്കെ വഴിതെളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, മുഹമ്മദ് ഷഹാബുദ്ദീൻ അന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഒരു ബാഹുബലി, ശക്തൻ എന്ന രീതിയിൽ ഒക്കെ അറിയപ്പെട്ടിരുന്ന ഒരാളാണ്. 1990-കളിലാണ് സ്വതന്ത്ര MLA ആയി ഷഹാബുദ്ദീൻ വരുന്നത്. പിന്നെ 4 തവണയാണ് സിവാൻ സീറ്റിൽ നിന്ന് ലോക്സഭയിലേക്ക് അയാൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. സജീവ വർഷങ്ങളിൽ സിവാനിൽ ഒരു വലിയ ശക്തി കേന്ദ്രം അയാൾ വളർത്തിയെടുത്തു. മുസ്ലിം യാദവ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം നേടി. പക്ഷേ ഈ കൊലപാതകം, തട്ടിക്കൊണ്ടുപോക്ക്, പിടിച്ചുപറി, അങ്ങനെ നിരവധി ക്രിമിനൽ കേസുകൾ ഷഹാബുദ്ദീനെതിരെ വന്നു. അതിലൊക്കെ പ്രതിയായി ശിക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇത് കുപ്രസിദ്ധി ആണ് പ്രധാനമായും ഷഹാബുദ്ദീന് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2008 ആദ്യമായി ശിക്ഷിക്കപ്പെടുന്നതോടുകൂടി ആ രാഷ്ട്രീയ പടവുകൾ കയറുന്നത് അവസാനിക്കുകയാണ്. പിന്നെ താഴോട്ടാണ് പതനം. അപ്പോൾ 90-കളിൽ ഈ ഷഹാബുദ്ദീൻ്റെ ഉയർച്ച ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു. അത് സിവാനിലെ സിറോദായിലെ സീറ്റിൽ നിന്നാണ് സ്വതന്ത്രനായ ഷഹാബുദ്ദീൻ ആദ്യം നിയമസഭയിലേക്ക് എത്തുന്നത്.
അപ്പോൾ ലാലു പ്രസാദ് 90കളോടുകൂടി ആദ്യമായി മുഖ്യമന്ത്രിയായി എത്തുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ 95 ആകുമ്പോഴേക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലാലുവിൻ്റെ പാർട്ടി ജനതാദൾ ടിക്കറ്റ് നൽകുകയാണ്. സിറോദയിൽ ഈ ഷഹാബുദ്ദീൻ മത്സരിക്കണം എന്നാവശ്യപ്പെടുകയാണ്. അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ 90കളുടെ ഒരു മധ്യത്തോടുകൂടി ഒരു മുസ്ലിം യാദവ സഖ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് ഷഹാബുദ്ദീന് ഒരു വലിയ കരുത്തായി മാറി. രാഷ്ട്രീയത്തിൽ അതൊരു നേട്ടമായി. അത് തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ചു. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യം ജയിക്കുന്നു. പിന്നെ 4 തവണ സിവാൻ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു. ബീഹാറിലെ സരൺ ബെൽറ്റ് എന്നറിയപ്പെടുന്നൊരു പ്രദേശമുണ്ട്. അപ്പോൾ സരൺ ബെൽറ്റ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്നൊരു ജില്ലകളാണ് ഈ സരൺ, അതുപോലെ സിവാൻ, ഗോപാൽഗഞ്ച് തുടങ്ങിയ സ്ഥലങ്ങൾ. ഈ സ്ഥലത്തിനൊരു സമ്പന്നമായ ചരിത്രമുണ്ട്, വലിയൊരു സാംസ്കാരിക പൈതൃകമുണ്ട്. അപ്പോൾ അത്തരം ഒരു സ്ഥലത്തു നിന്ന് കൂടിയാണ് ഈ ഗുണ്ടാത്തലവൻ ജനപ്രതിനിധിയായി വരുന്നത് എന്ന് ഓർക്കണം. അത് മാത്രമല്ല സംസ്ഥാന രാഷ്ട്രീയത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നത് എന്ന് കൂടി ഓർക്കണം. അപ്പോൾ ഷഹാബുദ്ദീൻ അദ്ദേഹം ശക്തനായിരുന്നൊരു കാലഘട്ടത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതു പാർട്ടികളെ ശക്തമായി വേട്ടയാടിയ ഒരാളാണ്. പ്രത്യേകിച്ച് ഈ ML വിഭാഗത്തിൽ. ഇപ്പോൾ ചന്തുവിനെ വെടിവെച്ച് കൊല്ലുന്ന ഇത് അയാളുടെ ഗുണ്ടകളാണ് എന്ന കാര്യം അന്ന് തന്നെ വ്യക്തമായിരുന്നു. മാത്രമല്ല പലതരം ആക്രമണങ്ങൾ ഇടത് നേതാക്കൾക്കെതിരെ നടത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇപ്പോൾ ബീഹാറിൽ RJDയുടെ ഏറ്റവും ഉറച്ച സഖ്യകക്ഷികളായി നിൽക്കുന്നത് ഇടതു പാർട്ടികളാണ്. അപ്പോൾ മഹാഗഡ്ബന്ധൻ്റെ ഭാഗമായി സിവാനിൽ ഇടതു പാർട്ടികൾക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. സിറാദി, ദറൗലി എന്നീ മണ്ഡലങ്ങളിൽ ML വിഭാഗത്തിനാണ് സീറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവരും അന്ന് ഈ ചന്തു ഐസയുടെ പ്രതിനിധിയായിരുന്നു. അതായത് MLൻ്റെ വിദ്യാർത്ഥി സംഘടനയായിരുന്നു ഐസ. ആ ഐസ നേതാവിനെ വെടിവെച്ച് കൊന്ന നേതാവിന് വേണ്ടി ഇപ്പോൾ അയാളുടെ മകന് വേണ്ടി ഇപ്പോൾ ആ ഇടത് സഖ്യം അവിടെ ആഞ്ഞു പ്രവർത്തിക്കുകയാണ്. ഒസാമയെ RJD മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ പല ചോദ്യങ്ങളും അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നൊരു ഉത്തരം, അച്ഛൻ ചെയ്ത തെറ്റിന് മകൻ ഉത്തരവാദിയല്ല. ഷഹാബുദ്ദീനോട് മാത്രമേ തങ്ങൾക്ക് വിയോജിപ്പുണ്ടായിരുന്നുള്ളൂ. കുടുംബവുമായി തങ്ങൾക്ക് ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ML വിഭാഗത്തിന് ഈ ഷഹാബുദ്ദീൻ്റെ മകന് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു തടസ്സവുമില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ ഷഹാബുദ്ദീൻ്റെ മകൻ അച്ഛനെ തള്ളിപ്പറയുമോ എന്ന ഒരു ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. അത് എങ്ങനെയാണ് അതിലുള്ള ഒരു പ്രതികരണം എന്നത് അറിയാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിവാൻ ലോക്സഭാ സീറ്റിന് കീഴിലുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും എന്നാണ് ഈ മഹാസഖ്യം കരുതുന്നത്. അപ്പോൾ 5ഇടത്ത് ഏതായാലും ഈ സ്വാധീനം ഉണ്ടാകും. അത് ഈ ഒസാമ വരുന്നതോടുകൂടി അവർക്ക് ഒരു നേട്ടമാകും എന്നൊരു പ്രതീക്ഷയാണുള്ളത്. പക്ഷേ ഇതിലൊരു ജനങ്ങൾ ഒരു തീരുമാനം എന്തായിരിക്കും വ്യക്തമാക്കുക. ഒരു കാലത്ത് ഇടത് കേന്ദ്രങ്ങളെ വേട്ടയാടുകയും അതിക്രൂരമായി ആക്രമിക്കുകയോ ചെയ്തിട്ടുള്ള ഒരു ഗുണ്ടാത്തലവൻ്റെ മകന് വേണ്ടി പ്രവർത്തിക്കാൻ CPI ML ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ഇറങ്ങുമ്പോൾ അത് ഏതു തരത്തിൽ ജനം സ്വീകരിക്കും എന്നതാണ് സകൗതുകം ഉറ്റുനോക്കുന്നത്.